പണ്ട് നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി തുടങ്ങുന്ന ആ ഒരു സമയത്ത് പല കറികളും ഫ്ലോപ്പായിരിക്കും. അന്നത്തെ കാലത്തും വലിയ തരക്കേടില്ലാണ്ട് ഞാൻ ഉണ്ടാക്കി രക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കറിയാണ് ചിക്കൻ കറി. ഇതെങ്ങനെ വന്ന് ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നല്ല വൃത്തിക്ക് എൻ്റെ കയ്യിൽ വരാറുണ്ട്. അപ്പോൾ അന്ന് മുതലേ ഞാൻ ഫോളോ ചെയ്യുന്നൊരു റെസിപ്പിയാണ് ഇന്ന് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. സംഭവം ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മൾ സാധാരണ ചിക്കൻ പുരട്ടി വെക്കാൻ യൂസ് ചെയ്യുന്ന മസാലകളൊക്കെ എടുക്കുക. കൂട്ടത്തിൽ കുറച്ച് ചിക്കൻ മസാല കൂടുതലിട്ട് പുരട്ടി വെക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിന് കുറച്ച് വിനീഗറും കൂടി ആഡ് ചെയ്യാം. കുറച്ച് മതി. കൂടുതലായി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പുളിപ്പരസം വരാൻ ചാൻസസ് ഉണ്ട്. എന്നിട്ട് ഇവനൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുക. ശേഷം വെളിച്ചെണ്ണ ചൂടായ ശേഷം ഇവൻ ഇങ്ങനെ വറുത്തെടുക്കാം. കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ നമുക്ക് ഫ്രൈ ചെയ്ത് കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. എന്നിട്ട് ആ ഒരു ഓയിലിലേക്ക് വേണ്ടത്ര സവാളയും തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും ആവശ്യത്തിന് മസാലകളും ചേർത്തിട്ട് ഇവനൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന മസാലകൾ മതി. എക്സ്ട്രാ ആയിട്ട് ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട. ലാസ്റ്റ് ഇറക്കും മുമ്പ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടെടുക്കുക. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയോ അടിപൊളിയാണ്.